ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ LDCയുടെ ഷുഗർ ഷോർട്ട് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് LDCയിലെ ഏതൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്നുള്ളതാണ് അല്ലേ. നമ്മുടെ റിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ പഠിച്ചോ അല്ലെങ്കിൽ പഠിച്ചെങ്കിൽ ഒന്ന് ഓർമ്മ പുതുക്കലായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സീരീസിനെ കാണാം. എല്ലാവരും വളരെ വ്യക്തമായി സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എക്സാമിന് ഇനി വളരെ എണ്ണം കുറവാണ് അല്ലെ, ദിവസങ്ങൾ ഇങ്ങനെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട സമയം കൂടിയാണിത് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് കെമിസ്ട്രിയിലെ SCERT പോർഷൻ, അതായത് SCERTയിൽ പറയുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നോക്കിക്കേ, ബാഷ്പീകരണമാണ്. ഇതെല്ലാം SCERT പോർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതെല്ലാം നമ്മുടെ അക്കാഡമിക് ക്ലാസ്സുകളിൽ അല്ലെ, നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മൾ പഠിച്ചു മാറിയതാണ്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, നമുക്കൊരു റിവിഷൻ ആണ് അല്ലെങ്കിൽ ഒരു പൊടി തട്ടിക്കൊടയിലാണ് എന്ന് പറയാം. അപ്പൊ നോക്കാം, ബാഷ്പീകരണം. ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത്, ബാഷ്പീകരണം എന്ന് പറയുന്നത്. ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത്. ജലം ചൂടാക്കിയാൽ ആഗീകരണം ചെയ്യുന്ന താപം ഉപയോഗിക്കുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്? ജലം നമ്മൾ ചൂടാക്കുകയാണ്, ആ ഒരു സമയത്ത് നൽകുന്ന ചൂട് ആഗീകരണം ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനുമാണ് ഈ ഒരു താപത്തെ ഉപയോഗിക്കുന്നത്. താപനിലയെ ഉയർത്തുന്നതിനും അതുപോലെ തന്നെ ബാഷ്പീകരണത്തിനുമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു താപത്തിനെ ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിലെ 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളില് ജലം ഏത് രൂപത്തിൽ കാണുന്നു എന്നാ പറയുന്നത്? അത് ദ്രാവക രൂപത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. കിട്ടിയോ? എന്താ പറയുന്നത്? അന്തരീക്ഷത്തിലെ 0 ഡിഗ്രി സെൽഷ്യസിനും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളില് ജലം കാണപ്പെടുന്നത് ദ്രാവക രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കുക. And then next one പറയുന്നത് നോക്കിക്കേ, ഹീറ്റ് കപ്പാസിറ്റി ആണ് ജലത്തിന്റെ താപധാരിത. ജലത്തിന്റെ താപധാരിതയെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ് താപധാരിത എന്ന് പറയുന്നത്. ഉയർന്ന താപം താങ്ങാനുള്ള കഴിവാണ് താപധാരിത എന്ന് പറയുന്നത്. അപ്പൊ താപധാരിത എന്താന്ന് പഠിച്ചു. ഇനി മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജലത്തിന് താപധാരിത കൂടുതലാണ്. ജലത്തിന് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് കൂടുതലാണ് അല്ലെ. അതുകൊണ്ടാണ് ജലത്തിന് താപധാരിത കൂടുതലാണ് എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ജലത്തിന് താപധാരിത മറ്റ് പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. ഉയർന്ന താപം താങ്ങാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത്, താപധാരിത എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്, ജലത്തിന് ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് അല്ലെ. ജലത്തിന്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. വാഹന എഞ്ചിനുള്ളില് താപം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റേഡിയേറ്ററുകളിൽ എന്തൊഴിക്കുന്നു, ജലം ഉപയോഗിക്കുന്നു അല്ലെ. നമ്മൾ കാണാറുണ്ട്, എന്താണ്, എഞ്ചിൻ ചൂടായി റേഡിയേറ്ററിൽ അതുകൊണ്ട് എന്ത് ചെയ്യും, വെള്ളം ഒഴിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഈ വെള്ളത്തിന്റെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത്? താപധാരിത, ഉയർന്ന താപധാരിതയാണ്. ജലത്തിന്റെ ഉയർന്ന താപധാരിതയാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളില് ജലം ഉപയോഗിക്കുന്നു. ഓക്കെ അല്ലേ. ആൻഡ് ദ നെക്സ്റ്റ് വൺ നോക്കിക്കേ, അടുത്തൊരു സന്ദർഭം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ചൂടായ വസ്തുക്കള് തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുന്നുണ്ട്. ചൂടായ വസ്തുക്കളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ജലം ഉപയോഗിക്കുന്നു. ഇവിടെയും ഏത് സവിശേഷതയാണ് ഉപയോഗിക്കുന്നത്, ജലത്തിന്റെ ഉയർന്ന താപധാരിതയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്ത പോയിന്റ് നോക്കാം, ഭൂമിയുടെ മൂന്നിൽ 2 ഭാഗവും ജലമാണ്. നമുക്കറിയാലോ, ഭൂമിയുടെ 2 ഭാഗവും ജലമാണ്. ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു 2 ഭാഗവും ജലം ഉള്ളത് കൊണ്ടാണ് ഭൂമിയിലെ താപനില എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ സന്ദർഭം. ഓക്കെ അല്ലേ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചത്. ജലത്തിന്റെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ അപ്പൊ ഏതൊക്കെയാണ്? വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കുന്നു. ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ വേണ്ടി ജലം ഉപയോഗിക്കുന്നു. ഭൂമിയുടെ 2 ഭാഗമുള്ള ജലം ഭൂമിയിലെ താപനിലയെ നിയന്ത്രിക്കുന്നു. ഓക്കെ അല്ലേ. അടുത്തയിലേക്ക് പോകാം. ഇനി ജലത്തിന്റെ അസ്വാഭാവിക വികാസം ഇമ്പോർട്ടന്റ് ആട്ടോ. അസ്വാഭാവിക വികാസം, ജലത്തിന്റെ അസ്വാഭാവിക വികാസം എന്താണ്? അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എന്താണ് നോക്കാം നമുക്ക്.
ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്നു പോവുകയും ചെയ്യുന്നു അല്ലെ. ജലം തണുക്കുന്ന ടൈമിൽ എന്ത് കൂടും? സാന്ദ്രത കൂടും. അപ്പോൾ സാന്ദ്രത കൂടിയ ആ ഒരു തണുത്ത ജലം എന്ത് ചെയ്യും? താഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ സംഭവിക്കുന്നു. കിട്ടിയോ? താപനില എന്ത് ചെയ്യുന്നു? 4 ഡിഗ്രി സെൽഷ്യസ് വരെ സംഭവിക്കുന്നുണ്ട്. അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തിന് കാരണമായ ജലത്തിന്റെ സവിശേഷതയാണ് അസ്വാഭാവിക വികാസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം അസ്വാഭാവിക വികാസം വരുന്ന ഒരു സന്ദർഭം അല്ലെ ഒരു കാര്യമാണ് കേട്ടോ. അത് ഈ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളില് ഐസ് പാളികൾക്ക് താഴെ എന്താണ് തണുപ്പ്, നല്ല തണുപ്പുള്ള പ്രദേശങ്ങളില് ജലാശയങ്ങളില് ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തില് ജലജീവികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവൻ നിലനിർത്താനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. ജീവൻ നിലനിർത്താൻ കഴിയുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് ജലത്തിന്റെ അസ്വാഭാവിക വികാസം കൊണ്ടാണ്. തണുപ്പുള്ള പ്രദേശങ്ങളില് ജലാശയങ്ങളില് ഐസ് പാളികൾക്ക് താഴെയും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ജലജീവികൾക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട്, ജീവൻ നിലനിർത്താൻ പറ്റുന്നുണ്ട്. ഇത് ഏത് കഴിവാണ് പ്രയോജനപ്പെടുത്തുന്നത്? ജലത്തിന്റെ ഏത് സവിശേഷത കൊണ്ടാണ് ഇങ്ങനെ ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് ജലത്തിന്റെ അസ്വാഭാവിക വികാസം കൊണ്ടാണ്. ജലത്തിന്റെ അസ്വാഭാവിക വികാസം എന്ന സവിശേഷത കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എന്താണ്? നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് നോക്കിക്കേ. ജലത്തിന്റെ ഖരാങ്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ പറയുന്നത്? ജലത്തിന്റെ ഖരാങ്കമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഒരു ദ്രാവകം സാധാരണയായി അന്തരീക്ഷ മർദ്ദത്തില് തണുത്തുറഞ്ഞ് ഖരമായി മാറുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആ ഒരു താപനിലയെ പറയുന്ന പേരാണ് ഖരാങ്കം എന്ന് പറയുന്നത്, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? ഒരു ദ്രാവകം, നമ്മളിപ്പോ വാട്ടറിന്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ദ്രാവകം വെള്ളം എന്തായിട്ട് മാറുകയാണ്? ഖരം, ഐസ് ആയിട്ട് മാറുകയാണ്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തില് തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ജലത്തിന്റെ ഖരാങ്കം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ ഖരാങ്കം എത്രയാണ്? അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് അല്ലെ ഖരാങ്കം എന്ന് പറയുന്നത് ഒരു ദ്രാവകം തണുത്ത് എപ്പോഴാണ് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്നതാണ് ഏതെന്ന് പറയുന്നത്? ആ ഒരു താപനിലയാണ് ഖരാങ്കം. ജലത്തിന്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ജലം ഘനീഭവിച്ച് ഐസ് ആകുമ്പോൾ വാട്ടർ എന്താവുകയാണ്? ഐസ് ആവുകയാണ്, സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? വ്യാപ്തത്തിൽ എന്ത് പ്രത്യേകതയാണ്, മാറ്റമാണ് സംഭവിക്കുന്നത്? വ്യാപ്തം കൂടുന്നു, സാന്ദ്രത കുറയുന്നു. വ്യാപ്തം കൂടുന്നു, സാന്ദ്രത കുറയുന്നു. ജലം ഘനീഭവിച്ച് ഐസായി മാറുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വെള്ളം ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഐസ് ആകാൻ വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ്? ഐസ് ആയി കഴിയുമ്പോൾ തന്നെ അതിന്റെ വ്യാപ്തം കൂടും. ഓക്കെ, ആൻഡ് ദെൻ സാന്ദ്രത കുറയുകയും ചെയ്യും എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. 2 ലായകങ്ങൾ തന്നിട്ടുണ്ട്. ഇതിന്റെ നിറവും കൂടി എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെ മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. ഫസ്റ്റ് വൺ ഏതാണ് പറയുന്നത്? ഒന്നാമത്തത് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. നിറം ഏതാണ്? നീല നിറമാണ് കേട്ടോ. കോപ്പർ സൾഫേറ്റ് നിറം എന്താണ്? അത് നീലയാണ്. ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ഏതാണ്? നിക്കൽ സൾഫേറ്റ് ആണ്. ഏത് നിറമാണ്? പച്ചയാണ്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ ഒന്ന് ഉറപ്പിച്ചു വെക്കുക. കോപ്പർ സൾഫേറ്റ് കളർ ഏതാണ്? നീലയാണ്. നിക്കൽ സൾഫേറ്റ് ആവുമ്പോൾ നിറം ഏത് വരും? അതിന്റെ നിറം എന്ന് പറയുന്നത്, ആ ലായകത്തിന്റെ നിറം എന്ന് പറയുന്നത് പച്ചയാണ് കേട്ടോ. ഏതാണ്? പച്ചയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ജലത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ജലത്തിന്റെ പ്രതല ബലം, സർഫസ് ടെൻഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ജലത്തിന്റെ പ്രതല ബലത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോ പറയുന്നത്. സർഫസ് ടെൻഷനെ കുറിച്ചാണ് പറയുന്നത്. ജലോപരിതലത്തിലുള്ള തന്മാത്രകൾക്ക് മുകളില് ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായതിനാൽ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും.
ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കും. ഇതിന് എന്താണ് കാരണമായ ബലമാണ് ഏതെന്ന് പറയുന്നത്? പ്രതല ബലം. ഈ ഒരു സവിശേഷതയാണ് ഏതെന്ന് പറയുന്നത്? പ്രതല ബലം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം. ജലത്തിന്റെ ഉപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ, ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളില് ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? വശങ്ങളിലേക്കും, ഇങ്ങനെ കുറവായതുകൊണ്ട് വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. ഇതുമൂലം എങ്ങനെ കാണും? ജലത്തിന്റെ ഉപരിതലം നല്ല വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജലത്തിന്റെ ഉപരിതലം എങ്ങനെ കാണുന്നു? സർഫസ് എങ്ങനെ കാണുന്നു? വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് സവിശേഷതയ്ക്ക് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രതല ബലമാണ് കേട്ടോ, പ്രതല ബലം. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനിയാണ് നമ്മൾ അറിയേണ്ട കാര്യം പ്രതല ബലത്തിന് ഉദാഹരണം. ഇതാണ് പഠിക്കേണ്ടത്, അറിഞ്ഞിരിക്കേണ്ടത്. ചെറുപ്രാണികൾ അല്ലെ, നമ്മൾ കായലിലും തോടും ഒക്കെ നോക്കുമ്പോൾ ചെറുപ്രാണികൾ ഇങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നതാണ് അല്ലെ. അപ്പൊ അവർ താഴ്ന്നു പോകുന്നുണ്ടോ? ഇല്ല. ചെറുപ്രാണികൾക്ക് ജലോപരിതലത്തിൽ ഓടാനും അല്ലെങ്കിൽ നടക്കാനും ഒക്കെ കഴിയുന്നത് എന്തുകൊണ്ടാണ്? പ്രതല ബലത്തിന്റെ ഉദാഹരണമാണ് അല്ലെ. പ്രതല ബലത്തിന്റെ ഉദാഹരണമാണ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ എന്ത് ചെയ്യുന്നത്? ജലത്തിന്റെ സർഫസിൽ അല്ലെ, പുഴയോ തോടോ ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ ആ ഒരു സർഫസിൽ എന്ത് ചെയ്യാന്നത്? കാണുന്നത്, ഓടാനും അത് ചാടി ചാടി കളിക്കാനും ഒക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ജലത്തിന്റെ പ്രതല ബലം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഒരു ബ്ലേഡ് ജലത്തിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അത് താഴ്ന്നു പോകാതെ കിടക്കുന്നതിന് കാരണം എന്താണ്? അതിന്റെ പ്രതല ബലമാണ്. ജലത്തിന്റെ പ്രതല ബലം മൂലമാണ് ബ്ലേഡ് ജലത്തില് താഴ്ന്നു പോകാത്തത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. SCERT ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അടുത്തിലേക്ക് പോകാം. പ്രതലബലം ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, പ്രതലബലം എന്താണ്? ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. അതായത് നോക്കിക്കേ, ജലത്തുള്ളികൾ ഗോളാകൃതിയിലാവാൻ കാരണം, ഓക്കെ, ജലത്തുള്ളികൾ ഗോളാകൃതിയിലാവാൻ കാരണം ഒരു നിശ്ചിത മാസ പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, ഏത് ടൈമിലാണ്? ഗോളാകൃതിയിലായിരിക്കുമ്പോൾ. ഓക്കെ, ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് ഏത് ആകൃതിയിൽ കാണുമ്പോഴാണ്? ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. പ്രതലബലം ഒരു ദ്രാവകത്തിന്റെ പ്രതല പരപ്പളവ് കുറയ്ക്കുന്ന തരത്തിലാണ് കാണപ്പെടുന്നത്, ഏറ്റവും കുറയ്ക്കുന്ന തരത്തിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ജലത്തുള്ളികൾ ഏത് ആകൃതിയിൽ കാണുന്നു? ഗോളാകൃതിയിൽ കാണുന്നു. കാര്യം എന്താണ്? ഗോളാകൃതിയിലായിരിക്കുമ്പോൾ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറവായിരിക്കും എന്നുള്ളതോടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കുന്നതിന് കാരണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സോപ്പ് യൂസ് ചെയ്യുന്നു, സോപ്പ് ഉപയോഗിക്കുന്നു. എന്താ കാര്യം? സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു എന്നതുകൊണ്ടാണ് കേട്ടോ. സോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിന്റെ പ്രതലബലത്തെ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? പ്രതലബലം കുറയുമ്പോഴത്തേനും ജലതന്മാത്രകളുടെ പരസ്പര ആകർഷണം കുറയും, അല്ലെ നഷ്ടപ്പെടും. ഓക്കെ, പ്രതലബലം കുറയുമ്പോ ജലത്തിന്റെ തന്മാത്രകൾ പരസ്പരം എന്ത് ചെയ്തിരിക്കുകയാണ്? ആകർഷിച്ചിരിക്കുകയാണ്. അതെന്ത് ചെയ്യും? ആ ഒരു ആകർഷണം നഷ്ടമാകും. അപ്പൊ വസ്ത്രത്തിന്റെ നൂലിഴകളിലൂടെ എല്ലാം ജലത്തിന് നന്നായിട്ട് എന്ത് ചെയ്യാനായിട്ട് പോകും? കടന്നു പോകാനായിട്ട് സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? വസ്ത്രങ്ങൾ അലക്കാൻ സോപ്പ് ഉപയോഗിക്കുന്നതിനുള്ള കാരണം സോപ്പ് ജലത്തിന്റെ പ്രതലബലം കുറയ്ക്കുന്നു എന്നതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ദെൻ ഈ പോയിന്റുകൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏത് ജലമായിട്ടാണ്? തണുത്ത ജലവുമായി പ്രവർത്തിച്ച് എന്താണ്? ഹൈഡ്രജനെ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയാണ്. കിട്ടിയോ? അപ്പൊ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് എന്തിനെ റിലീസ് ചെയ്യുന്നു? ഹൈഡ്രജനെ റിലീസ് ചെയ്യുന്നു. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ പുറത്തുവിടുന്നു. ഇനി മറ്റൊരു കാര്യം, ചൂടുള്ള ജലവുമായി നോക്കിക്കേ, ചൂടുള്ള ജലവുമായി ആര്?
മഗ്നീഷ്യം പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് പുറത്തുവിടുന്നത്? ഹൈഡ്രജൻ. അപ്പൊ തണുത്ത ജലത്തിലെ കാര്യവും നമ്മൾ മനസ്സിലാക്കി വെക്കുക, ചൂടുള്ള ജലത്തിലെ കാര്യവും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇവിടെ എന്താ? ചൂടുള്ള ജലവുമായിട്ട് ആര് പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് വിടുന്നത്? മഗ്നീഷ്യം ആണ് അല്ലെ. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകത്തെ പുറത്തുവിടുന്നത്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ലോഹങ്ങൾ തണുത്ത ജലവുമായി പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് പുറത്തുവിടുന്നത്? ഹൈഡ്രജനെ പുറത്തുവിടുന്നത്. ഇനി അടുത്ത നോക്കിക്കേ, ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. കിട്ടിയല്ലോ? ഒന്ന് വായിച്ചേ. തണുത്ത ജലവുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ പുറത്തുവിടുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയാണ്. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഇരുമ്പ് നീരാവിയുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? അത് ഹൈഡ്രജൻ ആണ്. ഓക്കെ അല്ലേ? ഇനി ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതോടെ നമുക്ക് പഠിക്കാം. ജലവുമായി ഈ ലോഹങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഏതൊക്കെയാണ്? ചെമ്പ്, അതുപോലെ തന്നെ വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ഇവ എന്ത് ചെയ്യുന്നില്ല? ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങളാണ്. ജലവുമായി പ്രവർത്തിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ്? ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം എന്നിവയാണ്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ, ലോഹത്തിന്റെ ഒരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ലോഹം പ്ലാറ്റിനം ആണ്. അതുപോലെ തന്നെ ലോഹത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏത് ലോഹമാണ്? അത് സ്വർണമാണ്. താപചാലകതയും വൈദ്യുത ചാലകതയും, താപത്തെ കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത, വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. ഇത്തരത്തില് താപചാലകതയും വൈദ്യുത ചാലകതയും ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ആരാണ്? അത് വെള്ളിയാണ്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്ലാറ്റിനം ഡക്റ്റിലിറ്റി കൂടുതൽ, സ്വർണം മാലിയബിലിറ്റി കൂടുതൽ, വെള്ളി താപചാലകത കൂടുതൽ, അതുപോലെ തന്നെ എന്താണ്? വൈദ്യുത ചാലകത കൂടുതൽ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ നോക്കാം. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതാണ് ഈ കാണുന്നത് കേട്ടോ. നോക്കിക്കേ, ഹോഫ്മാൻ ജല വോൾട്ട മീറ്റർ ആണ് ഇതെന്ന് പറയുന്നത്. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. നോട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് ഹോഫ്മാൻ ജല വോൾട്ട മീറ്റർ. എന്തിനു ഉപയോഗിക്കുന്നു? ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം നടത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്. അടുത്തയിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ നോക്കിക്കേ. അടുത്ത എന്താ പറയുന്നത് നോക്കിയേ. ജലകാഠിന്യം. ഓക്കെ, ജലത്തിന്റെ കാഠിന്യത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയുണ്ട്? മൃദുജലവുമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? കഠിന ജലവുമുണ്ട്. സോഫ്റ്റ് വാട്ടറുമുണ്ട്, ഹാർഡ് വാട്ടറുമുണ്ട് അല്ലെ. സോഫ്റ്റ് വാട്ടർ മൃദുജലം, ഹാർഡ് വാട്ടർ കഠിന ജലം. അപ്പൊ എന്താണ് ഈ മൃദുജലം അല്ലെങ്കിൽ കഠിന ജലം എന്ന് പറഞ്ഞാൽ? നമുക്ക് നോക്കാം. ജലകാഠിന്യം നോക്കാം. SCRT കട്ടിങ് ആണ്. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങള് ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലമാണ് കഠിന ജലം ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുന്ന ടൈമില് മണ്ണിലും പാറകളിലും അടങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ്? കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ. കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലമാണ് കഠിനജലം ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങള് സോപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ കഠിന ജലത്തില് എന്ത് പതയുന്നില്ല? സോപ്പ് പതയുന്നില്ല. കഠിന ജലത്തില് സോപ്പ് എളുപ്പത്തില് പതയുന്നില്ല. എന്തുകൊണ്ടാണ്? ഈ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങള് സോപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നത് കൊണ്ടാണ് ഇങ്ങനെ സോപ്പ് എന്ത് ചെയ്യുന്നത്? കഠിന ജലത്തില് പതയാതിരിക്കുന്നത്. ഓക്കെ,
നോക്കാം. സോപ്പ് നന്നായി പതയുന്ന ജലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മൃദുജലമാണ്, സോഫ്റ്റ് വാട്ടർ ആണ് കേട്ടോ. സോപ്പ് നന്നായി പതയുന്ന ജലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മൃദുജലമാണ്. സോപ്പ് നന്നായി പതയാത്ത ജലം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു, ഹാർഡ് വാട്ടർ ആണ് അല്ലെ, കഠിന ജലമാണ്. ജലത്തിന്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? നമ്മൾ പഠിച്ചു എന്താണ്? ജലത്തില് ലയിച്ചു ചേർന്ന കാൽസ്യവും മഗ്നീഷ്യവും ലവണങ്ങൾ കൊണ്ടാണ്. ജലത്തില് ലയിച്ചു ചേർന്ന കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ലവണങ്ങൾ കാരണമാണ് ജലം എന്തായി മാറുന്നത്? കഠിന ജലമായി മാറുന്നത്. ഇത്തരത്തിൽ കഠിന ജലത്തിൽ എന്ത് പതയുന്നില്ല? സോപ്പ് പതയുന്നില്ല. ഇനി ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം നോക്കാം. ടെമ്പററി ഹാർഡ്നെസ്, ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം എന്താണ്? ഈ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം, ജലത്തിന്റെ എന്താണ് താൽക്കാലികമായിട്ടുള്ള ഈ ടെമ്പററി ആയിട്ടുള്ള ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? ജലത്തിലെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. എന്താണ്? കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ് എന്തിന് കാരണം എന്ന് പറയുന്നത്? ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം അറിഞ്ഞിരിക്കണം. ഓക്കെ, കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. ഇത്തരത്തിലുള്ള താൽക്കാലിക കാഠിന്യത്തെ നമുക്ക് എങ്ങനെ മാറ്റാം? ജലത്തെ തിളപ്പിക്കുമ്പോൾ ഈ ഒരു താൽക്കാലിക കാഠിന്യം എന്ത് ചെയ്യും? മാറുന്നതാണ്. ജലത്തെ തിളപ്പിച്ചുകൊണ്ട് താൽക്കാലിക കാഠിന്യത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? മാറ്റാനായിട്ട് പറ്റും. കിട്ടിയല്ലോ. അപ്പൊ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം ടെമ്പററി ഹാർഡ്നെസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഈ ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. അപ്പൊ ഇത്തരത്തില് കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകൾ മൂലം എന്താണ്? ടെമ്പററി ഹാർഡ്നെസ് ഉള്ള വെള്ളം എന്താക്കി മാറ്റാം? നമുക്ക് കാഠിന്യം ഇല്ലാണ്ടാക്കി മാറ്റാം. എങ്ങനെയാണ്? ചൂടാക്കിക്കൊണ്ട്, തിളപ്പിച്ചുകൊണ്ട്. ഇനി പെർമനന്റ് ഹാർഡ്നെസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് സ്ഥിര കാഠിന്യം? ജലത്തിന്റെ സ്ഥിര കാഠിന്യം എന്താണ്? ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ജലത്തിലെ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. എന്താണ്? ക്ലോറൈഡുകളും, കാൽസ്യത്തിന്റെ ക്ലോറൈഡും മഗ്നീഷ്യത്തിന്റെ ക്ലോറൈഡുകളും അതുപോലെ തന്നെ സൾഫേറ്റുകളുമാണ് ഉള്ളത് എങ്കിൽ അത്തരത്തിലുള്ള ജലം എങ്ങനെയായിരിക്കും? അത് സ്ഥിര കാഠിന്യമായിരിക്കും കാണിക്കുക. ആ ജലത്തിന്റെ കാഠിന്യം എങ്ങനെയായിരിക്കും? സ്ഥിര കാഠിന്യമായിരിക്കും. ഇങ്ങനെ സ്ഥിര കാഠിന്യമുള്ള ജലത്തിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ചൂടാക്കിയത് കൊണ്ടോ തിളപ്പിച്ചത് കൊണ്ടോ മാറ്റാനായിട്ട് കഴിയുകയില്ല. ഓക്കെ അല്ലേ? അപ്പൊ സ്ഥിര കാഠിന്യം എന്താണ്? സ്ഥിര കാഠിന്യത്തിന് കാരണം എന്ന് പറയുന്നത് ജലത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് ഇത്തരത്തിലെ പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം. ഇത്തരത്തിലുള്ള പെർമനന്റ് ഹാർഡ്നെസ്സിനെ നമുക്ക് തിളപ്പിച്ച് മാറ്റാനായിട്ട് പറ്റില്ല. തിളപ്പിച്ച് മാറ്റാനായിട്ട് എന്ത് ചെയ്യില്ല? കഴിയുകയില്ല. തിളപ്പിച്ച് മാറ്റാനായിട്ട് കഴിയുകയില്ല. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോകാം. ഘനജലമാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഹെവി വാട്ടർ. എന്താണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം? എന്താണ്? ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം, ഓക്കെ, ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ തന്നെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഇതെന്ന് പറയുന്നത് ഘനജലം എന്ന് പറയുന്നത്. എന്താണ് പഠിച്ചത്? ജലത്തിനുള്ളിലെ സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം എന്ന് പറയുന്നത്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഘനജലം അല്ലെങ്കിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തിന്റെ ഉപയോഗം എന്താണ്? എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ജലമാണ്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ജലമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ജലമാണ്. അടുത്ത നോക്കാം. ടെക്സ്റ്റ് ബുക്ക് കട്ടിംഗ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. മൃദുജലം, കഠിനജലം എന്നിവയല്ലാതെ ഘനജലവും ഉണ്ടെന്ന് അറിയാമോ? ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഇത്. ഇത് ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, SCRT കട്ടിംഗ് ആണ്. അടുത്ത നോക്കാം. ആൽക്കലി ചേർത്ത ജലം. ആൽക്കലി ചേർത്ത ജലമാണ് പറയുന്നത്.
ശുദ്ധജലത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ജലത്തെ നിർവീര്യലായകം ന്യൂട്രൽ സോൾവെന്റ് എന്ന് വിളിക്കുന്നു. എന്താണ്? ജലം ആസിഡിക് നേച്ചർ കാണിക്കുന്നുണ്ടോ? ആസിഡിക് നേച്ചർ കാണിക്കുന്നില്ല. ജലം ആൽക്കലി നേച്ചർ കാണിക്കുന്നുണ്ടോ? അല്ലെ ബേസ് ആണോ? അതുമല്ല. അതുകൊണ്ട് തന്നെ ജലം എന്തെന്ന് പറയാം നമുക്ക്? ന്യൂട്രൽ സോൾവെന്റ് ആണ്, നിർവീര്യലായകമാണ് എന്ന് പറയാം. ശുദ്ധജലത്തിന് ആസിഡിന്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ല. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലത്തെ എന്തെന്നറിയപ്പെടുന്നു? സാർവിക ലായകം എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനായിട്ട് ആർക്ക് കഴിയും? ജലത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സാർവിക ലായകമാണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? ലായനികൾ തയ്യാറാക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നത് ആരെ തന്നെയാണ്? നമ്മുടെ ജലമാണ്. അതുകൊണ്ടാണ് സാർവിക ലായകമായി ജലം അറിയപ്പെടുന്നത്. ഇനി ജല മലിനീകരണമാണ് പറയുന്നത്, വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ജലസ്രോതസ്സുകളില് മാലിന്യങ്ങളുടെ നിക്ഷേപം അല്ലെ? ഇപ്പൊ നമ്മൾ കണ്ടു അല്ലെ, എന്താണ് കറണ്ട് അഫെയറിന്റെ അകത്ത് നമുക്ക് അറിയാം, ജലസ്രോതസ്സുകളുടെ മാലിന്യ നിക്ഷേപം മൂലം ഒരാൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ജീവന് വിട പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ മനസ്സിലാക്കുക, അമിത രാസവളപ്രയോഗം, ഡിറ്റർജന്റുകളുടെ അമിതമായ ഉപയോഗം, ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ, ഇവയെല്ലാം തന്നെ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ഓക്കെ, ഇവയെല്ലാം തന്നെ ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ആൻഡ് ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് സർ ഹംഫ്രി ഡേവി ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ഇനി ആദ്യമായി ജലം കൃത്രിമമായി നിർമ്മിച്ചത് ആരാണ്? ആദ്യമായി ജലം കൃത്രിമമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അത് ജോസഫ് പ്രീസ്ലി ആണ്. ആരാണ്? ജോസഫ് പ്രീസ്ലി ആണ്. ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ഒരു ജലവുമായി ബന്ധപ്പെട്ട പോയിന്റുകളിൽ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ പറയുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ നോക്കാം. pH മൂല്യം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കേ, pH മൂല്യം എന്താണ്? pH മൂല്യം ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ചറിയുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉപകരണം വെച്ചിട്ടാണ് നമ്മൾ അത് ആസിഡ് നേച്ചർ ആണോ അല്ലെങ്കിൽ ആൽക്കലി നേച്ചർ ആണോ എന്ന് പരിശോധിക്കുന്നത്? അറിയുന്നത് എങ്ങനെയാണ്? അത് pH സ്കെയിൽ ഉപയോഗിച്ചാണ് അല്ലെ? pH സ്കെയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് കണ്ടെത്തുന്നത്. ഇനി ഈ ഒരു pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? അത് സൊറാൻസൺ ആണ് കേട്ടോ. pH സ്കെയിൽ കണ്ടെത്തിയത് ആരാണ്? സൊറാൻസൺ ആണ്. ഇനി pHന്റെ പൂർണ്ണ രൂപം, ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. pHന്റെ പൂർണ്ണ രൂപം എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം എങ്ങനെയാണ്? എത്ര മുതൽ എത്ര വരെയാണ് ഒരു സ്കെയിലിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്? 0 to 14 ആണ്. ഓക്കെ, 0 മുതൽ 14 വരെയാണ് pH സ്കെയിലില് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതില് 7ന് മുകളിലാണ് എങ്കിൽ, 0 മുതൽ 14 വരെ എന്ന് നമ്മൾ പറഞ്ഞു, അതില് 7ന് മുകളിലാണ് എങ്കിൽ ആൽക്കലി സ്വഭാവത്തെയും 7ൽ താഴെയാണ് എങ്കിൽ ആസിഡ് സ്വഭാവത്തെയും കാണിക്കും. കിട്ടിയോ? 7ന് pH സ്കെയിലിൽ 7ന് മുകളിലാണ് എങ്കിൽ ആൽക്കലി സ്വഭാവത്തെയും pH സ്കെയിലിൽ 7ന് താഴെയാണ് എങ്കിൽ എന്താണ്? ആസിഡ് സ്വഭാവത്തെയും കാണിക്കുന്നു. താഴെ ആസിഡ് ആണ്, 7ന് മുകളിലാണ് ആൽക്കലി എന്ന് പറയുന്നത്. അപ്പൊ ഈ 7 എന്തായിരിക്കും? 7 എന്ന് പറയുന്നത് നിർവീര്യ വസ്തുവാണ് കേട്ടോ. നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആസിഡ് നേച്ചറും ഇല്ല ആൽക്കലി നേച്ചറും ഇല്ല, ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ pH മൂല്യമാണ് ഏതെന്ന് പറയുന്നത്? 7 എന്ന് പറയുന്നത്. 7 ആരുടെ pH മൂല്യമാണ്? ശുദ്ധജലത്തിന്റെ pH 7 ആണ്. ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7 ആണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കണം. ഇനി നോക്കാം നമുക്ക്
ആസിഡിലും ആൽക്കലിയിലും ഉള്ള നിറം, വസ്തുക്കളുടെ നിറമാണ് നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ലിറ്റ്മസ് പേപ്പറിന്റെ കേസ് പഠിക്കാം. എന്താണ്? നീല ലിറ്റ്മസ് പേപ്പർ ആണ് എങ്കിൽ ആസിഡിലെ നിറം എന്തായിരിക്കും? അത് ചുമപ്പായിരിക്കും. ആൽക്കലിയിൽ എന്തായിരിക്കും? അത് നീലയായിരിക്കും. ഓക്കെ, അപ്പോ നീല ലിറ്റ്മസ് പേപ്പർ, ആസിഡിലെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. ആൽക്കലിയിലെ നിറം എന്ന് പറയുന്നത് എന്താണ്? അത് നീലയാണ്. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആവുമ്പോഴോ അത് ആസിഡില് ചുവപ്പ് തന്നെ ആയിരിക്കും. ആൽക്കലിയിൽ ഇടുമ്പോൾ അത് എന്താവും? അത് നീലയായിരിക്കും. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആൽക്കലിയിൽ ഏത് നിറം കാണിക്കും? നീല നിറം കാണിക്കും. ഇനി ഫിനാഫ്തലിൻ ആണെങ്കിലോ അതിന് എന്താണ്? ഒരു പിങ്ക് നിറമായിരിക്കും കാണിക്കുക. ആൽക്കലിയിൽ ഏത് നിറം കാണിക്കും? പിങ്ക് നിറമായിരിക്കും കാണിക്കുന്നത്. വെള്ള പേപ്പർ ആണെങ്കിൽ എന്താണ്? ആസിഡിലും ആൽക്കലിയിലും ഏത് നിറം തന്നെയാ കാണിക്കുക? വെള്ള നിറം തന്നെയായിരിക്കും കാണിക്കുന്നത് കേട്ടോ. ഒരു കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല, വെള്ള നിറം തന്നെ കാണിക്കും. ഇനി മീഥൈൽ ഓറഞ്ച് ആണ് ആസിഡിലുള്ള നിറം എന്തായിരിക്കും? മീഥൈൽ ഓറഞ്ച് ആസിഡിലുള്ള നിറം എന്ന് പറയുന്നത് ഇളം പിങ്ക് ആയിരിക്കും. ആൽക്കലിയിലെ നിറം എന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? അടുത്തതിലേക്ക് പോകാം. ഇനി എന്താണ്? കുറച്ച് അപരനാമങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കുറച്ച് അപരനാമങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് അപരനാമങ്ങള്? വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ആരെയാണ്? വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അത് അയൺ പൈററ്റിസ് ആണ് കേട്ടോ. അയൺ പൈററ്റിസ് ആണ് എന്ന് പറയുന്നത് വിഡ്ഢികളുടെ സ്വർണം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഇനി ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? ചിരിപ്പിക്കുന്ന വാതകം അത് നൈട്രസ് ഓക്സൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. സാർവത്രിക ലായകം ഏതാണ്? സാർവത്രിക ലായകം അത് ജലമാണ്. സാർവത്രിക ലായകം ഏതാണ്? അത് ജലമാണ്. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ആസിഡുകളുടെ രാജാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, സൾഫ്യൂരിക് ആസിഡ് തന്നെയാണ് കേട്ടോ. രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ്. ഇനി വുഡ് സ്പിരിറ്റ് ഏതാണ്? മെഥനോൾ ആണ് കേട്ടോ. വുഡ് സ്പിരിറ്റ് ഏതാണ്? മെഥനോൾ ആണ്. ലോഹങ്ങളുടെ രാജാവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലോഹങ്ങളുടെ രാജാവ് സ്വർണമാണ്. ലോഹങ്ങളുടെ രാജാവ് ആരാണ്? സ്വർണമാണ്. ഇനി രാജകീയ ദ്രാവകം എന്നാണ് ചോദ്യമെങ്കിലോ രാജകീയ ദ്രാവകം ഏതാണ്? അക്വാ റീജിയ ആണ്. രാജകീയ ദ്രാവകം ഏതാണ്? അക്വാ റീജിയ ആണ് രാജകീയ ദ്രാവകം എന്ന് പറയുന്നത്. അത്ഭുത ഔഷധം ഏതാണ്? അത്ഭുത ഔഷധം ആസ്പിരിനെയാണ് ഇത്തരത്തിൽ അത്ഭുത ഔഷധം എന്ന് വിളിക്കുന്നത്. ആസ്പിരിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അത്ഭുത ഔഷധം എന്ന് വിളിക്കുന്നത്. ചതുപ്പ് വാതകം ഏതാണ്? മീഥെയ്ൻ ആണ്. ചതുപ്പ് രോഗം ഏതാണ്? മലമ്പനിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ചതുപ്പ് വാതകം ഏതാണ്? മീഥെയ്ൻ ആണ്. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആഴ്സനിക് ആണ്. വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക് ആണ്. ഒന്ന് വായിച്ചോ, പെട്ടെന്നാണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോകാം നമുക്ക്. Yes, and the next one. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ് കേട്ടോ. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സൾഫ്യൂരിക് ആസിഡിനെയാണ്. യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് യുറേനിയം ഓക്സൈഡ് ആണ്. തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് എന്താണ്? തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് എന്താണ്? സിങ്ക് ഓക്സൈഡ് ആണ്. സിങ്ക് ഓക്സൈഡ് ആണ് കേട്ടോ. ഫിലോസഫേഴ്സ് വൂൾ എന്നറിയപ്പെടുന്നു. വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ അല്ലെങ്കിൽ തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. മനസ്സിലാക്കുക കേട്ടോ. വൈറ്റ് വിട്രിയോൾ എന്താണ്? സിങ്ക് സൾഫേറ്റ് ആണ്. വൈറ്റ് വിട്രിയോൾ സിങ്ക് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്താണ്? ഫെറസ് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ ഫെറസ് സൾഫേറ്റ് ആണ്. ഇനി ബ്ലൂ വിട്രിയോൾ അല്ലെങ്കിൽ തുരിശ് എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ്. ഓക്കെ, ബ്ലൂ വിട്രിയോൾ ആണ്. അപ്പോ എന്തെന്ന് പറയുന്നത്? കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ.
ഇനി ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് മെർക്കുറി ആണ് കേട്ടോ. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി ആണ്. വെളുത്ത സ്വർണം ഏതാണ്? അത് പ്ലാറ്റിനം ആണ്. വെളുത്ത സ്വർണം ഏതാണ്? പ്ലാറ്റിനം ആണ്. ഒന്ന് വേഗം വായിച്ചേ. ഓയിൽ ഓഫ് വിട്രിയോൾ, സൾഫ്യൂരിക് ആസിഡ്, യെല്ലോ കേക്ക്, യുറേനിയം ഓക്സൈഡ്, തത്വജ്ഞാനികളുടെ കമ്പിളി, സിങ്ക് ഓക്സൈഡ്, വൈറ്റ് വിട്രിയോൾ, സിങ്ക് സൾഫേറ്റ്, ഗ്രീൻ വിട്രിയോൾ, ഫെറസ് സൾഫേറ്റ്, ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്, ക്വിക്ക് സിൽവർ, മെർക്കുറി, വെളുത്ത സ്വർണം, പ്ലാറ്റിനം. നോക്കാം അടുത്തത്. കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ദ്രാവകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് പെട്രോളിയം ആണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ് ആണ്. മെഥനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നത് ഫോമിക് ആസിഡ് ആണ്. എഥനോയിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ്. നാഗം ഏതാണ്? കറുത്തീയം ലെഡ് ആണ്. വെളുത്തീയം ടിൻ ആണ്. അതും വ്യക്തമായി മനസ്സിലാക്കുക കേട്ടോ. കറുത്തീയം ലെഡ്, വെളുത്തീയം ടിൻ ആണ്. വൈറ്റ് ഗോൾഡ് എന്നറിയപ്പെടുന്ന ആരെയാണ്? പ്ലാറ്റിനം ആണ് കേട്ടോ. വൈറ്റ് ഗോൾഡ് ഏതാണ്? പ്ലാറ്റിനം ആണ്. അസാധാരണ ലോഹം ഏതാണ്? അസാധാരണ ലോഹം മെർക്കുറി ആണ്. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നതും മെർക്കുറി ആണ്. അസാധാരണ ലോഹം മെർക്കുറി ആണ്. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നതും മെർക്കുറി ആണ്. ഇനി ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് പ്ലാറ്റിനം ആണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ആരാണ്? പ്ലാറ്റിനം ആണ്. സ്പിരിറ്റ് ഓഫ് സോൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എക്സാംസിന് മുമ്പായിട്ട് ഇത്തരത്തിലുള്ള റിവിഷൻ ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മ പുതുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അത്രത്തോളം ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ പഠിക്കുക. SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പോവുക. ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നവർക്ക് വളരെ നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് സാധാരണയായി വരുന്നത്. അത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ആകട്ടെ അല്ലാതായിക്കോട്ടെ, എന്താണെങ്കിലും എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പറയുന്നത് അതുമായി റിലേറ്റഡ് ആയിരിക്കും നമ്മുടെ ചോദ്യങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിനെ എന്ത് ചെയ്യുക? വ്യക്തമായി പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.